കണക്കൻകടവിലെ ഷട്ടറുകളുടെ തകർച്ചയെ തുടർന്ന് ഉപ്പുവെള്ളം ഭീഷണി നിലനിൽക്കുമ്പോഴും അധികൃതർ പ്രശ്നത്തെ നിസ്സാരവൽക്കരിക്കുകയാണെന്ന് നാട്ടുകാർ. ജലനിരപ്പ് ഉയർന്നത് സംബന്ധിച്ച അറിയിപ്പ് ഉണ്ടായിരുന്നിട്ടും ഷട്ടർ ഉയർത്താൻ അധികൃതർ നടപടി എടുത്തിരുന്നില്ല എന്നാണ് പ്രധാന ആക്ഷേപം. പുഴയിലേക്ക് ഉപ്പുവെള്ളം കയറിയാൽ ആദ്യം ബാധിക്കുന്നത് കുടിവെള്ള വിതരണത്തെയാണ്. വ്യാഴാഴ്ച വൈകിട്ടാണ് പുഴയിലെ ജലനിരപ്പ് ഉയർന്നപ്പോൾ ഷട്ടർ തകർന്നത്. ഏതാനും ദിവസം മുൻപ് അറ്റകുറ്റപ്പണികൾ നടത്തി താഴ്ത്തിയ ഷട്ടറാണ് വീണ്ടും തകർന്നത്. കൂടാതെ 3 ഷട്ടറുകൾ പൂർണ്ണമായി താഴ്ത്താൻ കഴിയാത്ത അവസ്ഥയിലാണ്. ജലനിരപ്പ് ഉയരുന്നത് സംബന്ധിച്ച അറിയിപ്പുണ്ടായിരുന്നിട്ടും ഷട്ടർ ഉയർത്താൻ അധികൃതർ നടപടിയെടുത്തിരുന്നില്ല. താൽക്കാലിക തടയണ നിർമ്മിച്ചെങ്കിൽ പുഴയിലേക്ക് ഉപ്പുവെള്ളം കയറുമെന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഷട്ടറിൽ നിന്ന് 150 മീറ്റർ മാത്രം അകലെയാണ് പുത്തൻവേലിക്കരയിലേക്കുള്ള പമ്പിംഗ് സ്റ്റേഷൻ. പുഴയിലേക്ക് ഉപ്പ് കയറിയാൽ ആദ്യം ബാധിക്കുന്നത് ഈ കുടിവെള്ള വിതരണത്തെയാണ്. കുഴൂർ പഞ്ചായത്തിലെ ആലമറ്റം ഭാഗത്തേക്ക് പുഴയിൽ നിന്ന് വെള്ളം ഒഴുകിപ്പോകുന്ന തോട് ഇതിനടുത്താണ്. ഈ തോട്ടിലൂടെ എത്തുന്ന വെള്ളമാണ് ആലമറ്റം പ്രദേശത്തെ കൃഷിക്ക് ഉപയോഗിക്കുന്നത്. മാത്രമല്ല പുത്തൻവേലിക്കര പഞ്ചായത്ത് ഉൾപ്പെടെ എറണാകുളം, തൃശൂർ ജില്ലയിലെ വലിയൊരു ഭാഗത്ത് കുടിവെള്ള വിതരണവും കൃഷിക്കുള്ള ജലസേചനവും ഇപ്പോൾ പ്രതിസന്ധിയിലായിട്ടുണ്ട്. ഷട്ടർ തകരാർ മൂലം പെരിയാറിൽ നിന്ന് ഓരുജലം കയറാതിരിക്കാൻ താൽക്കാലികമായി പണി തീർക്കുന്ന മണൽ ബണ്ടിന്റെ പണി തുടങ്ങിയിട്ടേയുള്ളൂ. അപ്രതീക്ഷിതമായി മഴ വന്നതിനാലാണ് ചാലക്കുടി പുഴയിൽ ജലവിതാനം ഉയർന്നത്. ഉപ്പ് കയറിയതിനെ തുടർന്ന് പുത്തൻവേലിക്കര പഞ്ചായത്തിലെ കുടിവെള്ള പമ്പിംഗ് 2 ആഴ്ചയായി നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. ടാങ്കർ ലോറികളാണ് കുടിവെള്ള വിതരണം നടക്കുന്നത്. മീഡിയ ടൈം, പുത്തൻവേലിക്കര.